നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് ആചാര്യ വിഷ്വൽ മീഡിയയിലൂടെ ഈ എപ്പിസോഡിൽ പറയുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ പുതുവർഷം നമ്മൾ 2-3 പ്രാവശ്യം പുതുവർഷ ഫലങ്ങളെക്കുറിച്ച് ചെയ്യാറുണ്ട്. ഒന്ന് ജനുവരി 1-ാം തീയതി തൊട്ടുള്ള ഫലം, 2 മേടമാസം അതായത് ജ്യോതിഷമാസം. പക്ഷേ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. 1201-ാം ആണ്ട് തുടങ്ങുകയാണ്. 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് വരുന്ന ഓരോ രാശിക്കാരുടെയും വാർഷിക ഫലത്തെക്കുറിച്ചാണ്, ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണേ. കാരണം നമ്മൾ അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. നമ്മളൊരു യാത്ര ചെയ്യുകയാണ് റോഡിലൂടെ. ആ റോഡ് ബ്ലോക്ക് ഉണ്ട്, ആ റോഡ് നാരോ റോഡാണ്, അല്ലെങ്കിൽ ഹൈ റേഞ്ചാണ്, അല്ലെങ്കിൽ ഗട്ടർ റോഡാണ്, ഹൈവേ ആണ്, സൂപ്പർ ഹൈവേ ആണ്, നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കി യാത്ര ചെയ്യാം. അതിന് മുൻകരുതൽ എടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ രാശിചക്രത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ചിങ്ങൻ രാശിക്കാർ എന്ന് പറയുമ്പോൾ ചില രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ചിങ്ങരാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് ശരിക്ക് മകം, പൂരം, ഉത്രത്തിൻ്റെ അവസാനത്തെ ആദ്യത്തെ 15 നാഴി, ഉത്രത്തിലെ കാൽഭാഗം. ഉത്രത്തിൽ കാൽഭാഗം ചിങ്ങരാശിയിലേക്ക് വരും. 2.25 നക്ഷത്രം. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗവും ചേരുന്ന ചിങ്ങരാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയാണ്? സൂര്യൻ ചിങ്ങത്തിലേക്കാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ രാശിക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ദോഷപ്രദമായ ഒരു വർഷമല്ല, നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. അതിന് പ്രധാനമായിട്ട് പറയുന്ന 2 ഗ്രഹങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട്, ഒന്ന് വ്യാഴം അഷ്ടമരാശിയിൽ നിൽക്കുന്നുണ്ട്. വ്യാഴം 11-ലും ശനി അഷ്ടമരാശിയിലും നിൽക്കുന്നുണ്ട് ഈ രാശിക്കാർക്ക്. കണ്ടകശനി തീർന്ന് അഷ്ടമത്തിലേക്ക് ശനി പോയിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ അഷ്ടമശനിയുടേതായ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടും, അഷ്ടമത്തിലെ ശനി കുറച്ച് കഷ്ടത്തെയും നഷ്ടത്തെയും ഒക്കെ വരുത്തും. പക്ഷേ വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് വ്യാഴം. വ്യാഴഭഗവാന്റെ നിപ്പ് നമുക്ക് വളരെ ഗുണത്തെ കൊടുക്കും. എന്തൊക്കെ വന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷിക്കും. ഇപ്പോൾ ധനത്തെ തരും. ചെറിയ തടസ്സങ്ങൾ ശനി വരുത്തുമെങ്കിലും ധനപുഷ്ടിയെ തരും വ്യാഴം. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിടപെടുക, അത് വിജയിക്കും. നമുക്ക് സാമ്പത്തിക നേട്ടം വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. സാമ്പത്തികമായി മേൽഗതി വരും. ബാധ്യതയിൽ നിന്നെല്ലാം അതിജീവിച്ച് പോകാൻ സാധിക്കും. കിട്ടാതിരിക്കുന്ന ധനം വന്നു ചേരും. അപ്പോൾ അങ്ങനെ വീട്ടിനകത്ത് ഒരു ഐശ്വര്യപ്രദമായ അവസ്ഥകൾ സംജാതമാവും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ആരെയാണ്? ശനിക്കുള്ള പരിഹാരം. വ്യാഴം നമുക്കെല്ലാം തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇടയിൽ ചെറിയ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ശനീശ്വരൻ. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. വ്യാഴം സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവരും കൂടി നല്ല ഫലങ്ങൾ അനുഭവിച്ചോട്ട്. അതുപോലെ നമ്മൾ ചാനലിലൂടെ, നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കും. പലപ്പോഴും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അതിന് പ്രധാന റീസൺ പല സ്ഥലത്ത്
പ്രത്യേകിച്ച് ദുബായിലൊക്കെ കൺസൾട്ടേഷൻ ഉണ്ട്. ദുബായിലെ കരാമയിൽ കൺസൾട്ടേഷൻ ഉണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്, അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ നാട്ടിലും കൺസൾട്ടേഷൻ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് അപ്പോഴേ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടെ ഇത് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ എല്ലാ ചിങ്ങരാശിക്കാർക്കും ഐശ്വര്യപ്രദമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.